അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് നാം അറിയാതെ നമ്മെ താങ്ങുന്നവരുണ്ടാകും, അതുപോലെ തന്നെ നാം അറിയാതെ നമുക്കിട്ട് താങ്ങുന്നവരും ഉണ്ടാകുമെന്ന്. ഇത് വളരെ സത്യമാണ്. അതായത് നാം അറിയാതെ നമുക്ക് താങ്ങാവുന്നവരുണ്ടാകുമെന്ന് പറയുന്നത് അത് വളരെ അപൂർവമായിരിക്കും, ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയില്ല. നാം അറിയാതെ നമ്മെ പല ഘട്ടങ്ങളിലും സഹായിക്കുന്നവരുണ്ടാകും. നമുക്കറിയില്ല ആരാണത് സഹായിക്കുന്നത് എന്ന്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സഹായിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ്. അത് വെറും ഈ സ്വതക്ക ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, എന്ത് സഹായം ചെയ്യുന്നുണ്ടെങ്കിലും, എന്ത് സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, എന്ത് സഹായം ചെയ്യുന്നുണ്ടെങ്കിലും അത് വളരെ രഹസ്യമായിട്ടായിരിക്കണം. ഞാനാണ് ചെയ്യുന്നത് എന്ന് ആ സഹായിക്കപ്പെടുന്ന ആളുകൾ പോലും അറിയാത്ത രൂപത്തിൽ സഹായിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥമായ പ്രതിഫലം അല്ലാഹുവിന്റെ അടുത്ത് നമുക്ക് ലഭിക്കുക. അങ്ങനെയാണ് നാം അറിയാതെ നമുക്ക് താങ്ങാവുന്നവരുണ്ടാവുക. ഇനി നാം അറിയാതെ നമുക്കിട്ട് താങ്ങുന്നവരും ഉണ്ടാകും. അതാണ് പ്രശ്നം. നാം അറിയാതെ നമുക്കിട്ട് താങ്ങുന്നവർ അത് നമ്മുടെ കൂട്ടത്തിലുള്ളവരായിരിക്കും, അല്ലാതെ നമ്മളെ ആരും നമുക്കിട്ട് താങ്ങാൻ വരൂലല്ലോ. അത് ചിലപ്പോൾ കുടുംബത്തിലായിരിക്കും, ചിലപ്പോൾ അയൽവാസിയിലായിരിക്കും, ചിലപ്പോൾ കൂട്ടുകാരിലായിരിക്കും, ചിലപ്പോൾ ജോലി സ്ഥലങ്ങളിലായിരിക്കും, എവിടെയാണെന്നറിയില്ല. അത് ചിലപ്പോൾ അങ്ങനെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇരുതലയുള്ള പാമ്പിനെ വിശ്വസിച്ചാലും രണ്ട് നാവുള്ള ആളുകളെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? രണ്ട് നാവുള്ള ആളുകളാണ് എന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാകുക? അതായത് നമ്മോട് ഒരാളുടെ കുറ്റവും കുറവും വന്നിട്ട് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ കരുതിയിരിക്കുക. ആ ആള് നമ്മോട് വന്നിട്ട് മറ്റുള്ള ആളുകളെ കുറ്റവും കുറവും പറയുന്നത് നമ്മളിൽ നിന്നും വല്ലതും കിട്ടുന്നത് അവിടെ പോയി പറയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, അവരെ കരുതിയിരിക്കുക, അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക. കാരണം മറ്റുള്ളവരുടെ കുറ്റവും കുറവും വന്ന് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് നോ പറയുക. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ പറഞ്ഞോളൂ. മറ്റുള്ള ഒരാളെ കുറിച്ച് എന്നോട് കുറ്റവും കുറവും പറയരുത് എന്ന് മുഖത്ത് നോക്കി പറയണം. കാരണം ഇത് ഫിത്നയാണ്, നമീമത്താണ്, അതുപോലെ തന്നെ വിശ്വാസവഞ്ചനയാണ്. മുനാഫിക്കിന്റെ ലക്ഷണമാണത്. മുനാഫിക്കിന്റെ ലക്ഷണമാണ് വഞ്ചന എന്നുള്ളത്. നമ്മൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നൊരു സ്ഥലത്ത് പോയിട്ട് അതിന്റെ ഇരട്ടിയാക്കി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് എന്താണോ കിട്ടുന്നത് അത് നമ്മോട് വന്നിട്ട് പറയും. അത് ഇവിടെ എത്തുമ്പോഴത്തേനും ഇരട്ടിയായിട്ടുണ്ടാകും. ഇതാണ് രണ്ട് നാവുള്ള ആള് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അടുപ്പിക്കാനേ പാടില്ല. അതുപോലെ തന്നെ നമീമത്ത് ഇത് തന്നെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇവിടെ കിട്ടുന്നത് അവിടെ പറഞ്ഞ്, അവിടെ കിട്ടുന്നത് ഇവിടെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇവിടെ നമീമത്ത് എന്ന് പറയുമ്പോൾ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് അറിയാത്ത ചില ആളുകളുണ്ട്. അവർക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പറയുക, അതാണ് ഗീബത്ത്. ഇനി നമീമത്ത് എന്ന് പറഞ്ഞാലോ, നമീമത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയത് അപ്പുറത്ത് പറയുക, അവിടെ നിന്ന് കിട്ടിയത് ഇപ്പുറം വന്ന് പറയുക. ഇങ്ങനെ അവിടെയും ഇവിടെയും പറഞ്ഞിട്ട് ഫിത്ന ഉണ്ടാക്കുക. അതാണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ. അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിനൊക്കെ വലിയ കുറ്റമുള്ളത് തന്നെയാണ്. ഒന്ന് മുമ്പിൽ ഒന്ന് പുറകിൽ എന്നല്ല, ഇതൊക്കെ വളരെ കുറ്റമുള്ളതാണ്, വലിയ ദോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാനൊന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഈ നമുക്കിട്ട് താങ്ങുന്നവർ അത് ഗീബത്തിൽ നമീമത്തിൽ പെട്ടതാണ്, അതുപോലെ തന്നെ മുനാഫിക്കിന്റെ അടയാളത്തിൽ പെട്ടതാണ്. ഇതിനൊക്കെ വലിയ കുറ്റമുള്ളതുമാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.